സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടിയത്. മുത്തറസൂലിനെ സ്നേഹിക്കുന്ന, അവിടുത്തെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിമയായിട്ട് നമ്മൾ മാറണം. പ്രവാചക അനുരാഗിയായിട്ട് അള്ളാഹുവിന്റെ ഹബീബിനൊക്കെ ഒരുപാട് സ്വലാത്ത് ചൊല്ലി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അനുരാഗിയായിട്ട്, നല്ലൊരു ആഷിഖായിട്ട്, മുഹിബ്ബുർ റസൂലായിട്ട് മാറണം. മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന ശ്വാസം വലിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ഉമ്മത്തി ഉമ്മത്തി അസ്സലാ, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് അവസാനമായി പറഞ്ഞ ആ നിസ്കാരം ദീനിൽ പ്രധാനപ്പെട്ട ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ അമലുകളിൽ വെച്ച് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട നിസ്കാരം, 5 വഖ്ത് നിസ്കാരം. ആ നിസ്കാരം അതാ ആയിട്ട് തന്നെ, അല്ല ഇമാമോട് കൂടി തന്നെ നിസ്കരിക്കാനുള്ള അവസരമാണ് ഇത്രയും നയനാനന്ദകരമായ മനോഹരമായ ഒരു മസ്ജിദ് നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചത്. അതിലേക്കൊക്കെ വന്ന് നമ്മുടെ കാര്യങ്ങളിലും ദീനി കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് വിജയിപ്പിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് നമ്മുടെ ഉപ്പ നടന്നു പോയ വഴി. അതുകൊണ്ട് നിങ്ങളും ഈ വഴിയിലൂടെ നടക്കൂ എന്ന് പറഞ്ഞിട്ടും മക്കളെ തെജപ്പെടുത്താൻ, മക്കളെ നിജപ്പെടുത്താൻ, മക്കൾക്കൊരു നല്ലൊരു ദിശ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു പിതാവാകണം, ഒരു മാതാവാകണം. അങ്ങനെ ഓരോ മക്കളെയും വാർത്തെടുക്കാൻ ധാർമ്മിക ബോധം കൊടുത്തുകൊണ്ട്, ദീനി വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് എല്ലാ